ഗുഡ് മോർണിംഗ്. ഞങ്ങൾ മെക്സവൻ കൂട്ടായ്മയാണ് ഇവിടെ കോഴിക്കോട് ബീച്ചിൽ. ഞങ്ങൾ എല്ലാ ദിവസവും കാലത്ത് കറക്റ്റ് 6:15 6 മണി തൊട്ട് ആൾക്കാർ വന്ന് നടന്നു കഴിഞ്ഞിട്ട് എക്സസൈസ് തുടങ്ങും. 24 എക്സസൈസ് 20 to 24 മിനിറ്റ് കൊണ്ട് നമ്മൾ കഴിക്കും. അത് ആ ഒരു കൂട്ടായ്മയുടെ ബേസ് ചെയ്തിട്ട് നാളെ ഡയബറ്റിക് ഡേ ആണ്. വേൾഡ് ഡയബറ്റിക് ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലും മെക്സവനും കൂടിയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് വെക്കുന്നുണ്ട്. ആ ബ്ലഡ് ടെസ്റ്റിനെ പറ്റി ഞാൻ 27-ാം വയസ്സിൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു അസുഖം വന്നിട്ടുള്ള ആളാണ്. ആ 27-ാം വയസ്സ് തൊട്ട് 53 വയസ്സ് വരെയുള്ള എക്സ്പീരിയൻസ് ആണ് ഡയബറ്റിക്കിനെ പറ്റി പറയാൻ പോകുന്നത്. ഇത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക്സിന്റെ ഈ നടത്തുന്ന ടെസ്റ്റ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നമ്മൾ ചെയ്യില്ല. ചെയ്യുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി കൺട്രോൾ ചെയ്ത് പോകും. ഡോക്ടർക്ക് ആ റിസൾട്ട് കിട്ടില്ല. കാലത്ത് 6 മണിക്ക് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ അത് HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്, ഗ്ലൈസലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും. നമ്മുടെ ലാസ്റ്റ് 3 മാസം എങ്ങനെയായിരുന്നു നമ്മുടെ ബ്ലഡ് കൺട്രോൾ എന്നുള്ള കിട്ടാൻ പോണത്. അതിൻ്റെ വാല്യൂ 5 to 10 അപ്പുറം പോവുക. ഒരു 5.4 ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. ഡയബറ്റിക് അല്ലാത്ത പേഷ്യൻ്റ് ആയാലും ഡയബറ്റിക് ആയ പേഷ്യൻ്റ് ആയാലും ഈ ഗ്ലൈസലേറ്റഡ് ഹീമോഗ്ലോബിൻ ഈ ടെസ്റ്റിന്റെ ഭാഗത്ത് ഫ്രീ ഉണ്ട്. പിന്നെ വേറെ കുറേ ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ റിസൾട്ട് മോളിക്ക് പോകുന്തോറും 7-ലും കൂടുതൽ പോകുന്തോറും നമ്മൾ അൺകൺട്രോൾഡ് ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. പിന്നെ ഡയബറ്റിക്സ് ഉള്ള ഒരു ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ രീതിയാണ്. ഭക്ഷണ രീതി കാലത്ത് 5 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഭക്ഷണം കൺട്രോൾ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കണം. 3 ഹെവി മീലിന് പകരം സ്പ്ലിറ്റ് ടു 6 to 7 8 ഷോർട്ട് മീൽസ് ആക്കണം. ഈ ഷോർട്ട് മീൽസ് ആക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയബറ്റിക് ആയ പേഷ്യൻ്റ് ആയാലും നോൺ ഡയബറ്റിക് ആയ പേഷ്യൻ്റ് ആയാലും അവരുടെ പാൻക്രിയാസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കാലത്ത് 8 വഴിക്ക് ചായയും 2 ബിസ്ക്കറ്റും കഴിക്കുക. അവന് ഈ ഡയബറ്റിക്സ് ആയാലും നോൺ ഡയബറ്റിക് ആയാലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇത് ഇൻസുലിൻ അത് യൂസ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് വിടാനുള്ള ഒരു ടൈം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ്, അതായത് അരി ഭക്ഷണം കുറയ്ക്കുക. എന്ത് ഇതായാലും 3 എണ്ണം കഴിക്കുക. ചപ്പാത്തി ആയാലും 3, മറ്റേ ദോശയായാലും 3, പൂരി ആയാലും 3, പിന്നെ എണ്ണയൊക്കെ കുറയ്ക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കഴിച്ച് പിന്നെ 10:30 കഴിക്കുക. അങ്ങനെ 6 to 7 ഹെവി മീലിന് പകരം ഷോർട്ട് മീലായി കഴിച്ചു കഴിഞ്ഞാൽ വളരെ കൺട്രോൾ ചെയ്യും. പിന്നെ രാത്രി 7 മണിക്ക് മുമ്പ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞത് 5 to 5 പ്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ 2 മണിക്കൂർ കൂടി അത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരുവിധം മലയാളികളുടെ ഭക്ഷണ രീതിയും കാര്യങ്ങളാണ് നമ്മൾ ഡയബറ്റിക് ആവുന്നതും പിന്നെ ബെല്ലി ഫാറ്റ് കൂടുന്നത്. ബെല്ലി ഫാറ്റ് കൂടാന്ന് വെച്ചാൽ രാത്രി 10 മണി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാവില്ല അത് സ്പ്ലിറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡയബറ്റിക്സ് കുറയ്ക്കുക, ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റും, വയറ് വരുന്നത് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. ഡയബറ്റിക്സ് എന്ന് വെച്ചാൽ വൃത്തിയായിട്ട അസുഖമാണ്. പറ്റിയെങ്കിൽ എല്ലാവരും പഞ്ചസാര നില്ലാക്കാം. ഷുഗർ അത്യാവശ്യം കുറച്ച് കഴിക്കാന്നല്ലാണ്ട് ചായയിൽ മാത്രമല്ല സ്വീറ്റ്സ് കുറയ്ക്കുക. ഡയബറ്റിക് ആയവര് വളരെ ബുദ്ധിമുട്ടോട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ വേൾഡ് ഡയബറ്റിക് ഡേക്ക് എന്റെ എക്സ്പീരിയൻസ് എന്നുള്ള മെസ്സേജാണ്. എല്ലാവരും ഇത് സീരിയസ് ആയി എടുക്കണം. കാരണം ഡയബറ്റിക്സ് വലിയൊരു സൈലന്റ് കില്ലറാണ്. അത് നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. മെഡിസിൻ കുറച്ച് വന്നിട്ട് ഞാൻ ഇൻസുലിൻ എടുത്തിരുന്ന ആളാണ്. ലാസ്റ്റ് 2 years എൻ്റെ ഡയബറ്റിക് കൺട്രോൾ ഈ സിസ്റ്റത്തിൽ പോയിട്ട് എൻ്റെ വയറ് കുറഞ്ഞു. അതിന് പുറമെ ഡയബറ്റിക്സ് കൺട്രോളിലാണ്. എൻ്റെ ഡോക്ടർക്ക് അടക്കം ഭയങ്കര അത്ഭുതമായി എങ്ങനെയാണ് കൺട്രോൾ ചെയ്തതെന്ന്. നമ്മൾ ആ സിസ്റ്റം പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ചോറ് എടുക്കുള്ളൂ. ബാക്കി ഇത് വിശപ്പിന് വേണ്ടി കറിയും സാമ്പാറായാലും മീനായാലും ഇറച്ചിയായാലും എന്ത് വേണേലും വിശപ്പ് മാറാൻ കഴിക്കുക. പക്ഷെ ചോറ് ഇത്ര എടുക്കുക, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. അതാണ് വേൾഡ് ഡയബറ്റിക് ഡേ ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരും ടെസ്റ്റിന് നമ്മുടെ ആൾക്കാർ നാളെ കാലത്ത് 6 മണിക്ക് വന്ന് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് 5000 രൂപയിലും കൂടുതൽ എമൗണ്ട് വരുന്ന ടെസ്റ്റാണ് ഫ്രീ ആയിട്ട് സ്പോൺസേഴ്സായിട്ട് ചെയ്യുന്നത്. മെക്സവൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് ഡയബറ്റിക് ഡേയ്സിന് എല്ലാവർക്കും ഡയബറ്റിക് മാറാനായിട്ട് തീരുമാനം എടുക്കാൻ നമ്മൾ ഡയബറ്റിക് കൺട്രോൾ ചെയ്ത് ഷുഗർ നിർത്തും.